അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ച തമ്പുരാൻ്റെ ശാന്തിയും സമാധാനവും നമ്മളിൽ ഏവരിലും വർഷിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ക്രിയേറ്റീവ് പബ്ലിക് സ്കൂളിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2 നടത്തുന്ന പ്രോഗ്രാം, പാഠ്യ വിഷയങ്ങൾക്ക് പുറമെ നടത്തുന്ന പ്രോഗ്രാം ആണ് ഇന്നിവിടെ നടക്കുന്നത്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലാണല്ലോ നടക്കുന്നത്. അതുപോലെ തന്നെ അക്കാഡമിക് വിഷയങ്ങൾക്ക് പുറമെയുള്ള കുട്ടികളുടെ ആക്ടിവിറ്റികൾ നടത്താനും നാം അവസരം കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ടീച്ചേഴ്സ് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്ക് വിവിധ ടോപ്പിക്കുകൾ കൊടുത്ത് അതിൽ നിന്ന് കുട്ടികൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള അറിവുകൾ, അതിൻ്റെ ഒരു സമാഹാരം, അതുപോലെ തന്നെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനുള്ള ഒരു ജിജ്ഞാസ, കൂടാതെ കുട്ടികളിൽ നാം കാണാതെ ഉറങ്ങിക്കിടക്കുന്ന ആ സ്കിൽ പുറത്തു കൊണ്ടുവരിക, അതുപോലെ തന്നെ ഈ വിഷയസംബന്ധമായിട്ടുള്ള ഭാഷയിലുള്ള നൈപുണ്യം, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ്, ഇതെല്ലാം പുറത്തു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നാം ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഗ്രേഡ് 1 പ്ലാന്റ്സ് എന്ന വിഷയത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഗ്രേഡ് 2 ആനിമൽ എന്ന വിഷയത്തെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇതിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പാരൻസിൻ്റെ ഭാഗത്തു നിന്നെല്ലാം വിവിധ പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട്. ഇതിനു മുമ്പ് മറ്റു പല ക്ലാസ്സുകളും ഇതുപോലെ ടോപ്പിക് കൊടുത്ത് അവരുടെ അതിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് അതുപോലെ ഓൺലൈനോട് അവർ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്, എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് കുട്ടികളുടെ അറിവും പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാവിധ ഇൻഫോർമേഷൻസും വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് ഇന്നിവിടെ ഈ ടീച്ചേഴ്സ് ഇതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ഇന്നിവിടെ ഈ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതിന് ക്രിയേറ്റീവ് പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Good morning. Peace be upon you, my dear students, parents and teachers. I'm very happy, extremely happy to be with you with this documentary. You know, it's all about plants. I'm standing with a plant. I'm sure that you are also working with the plants nowadays, understanding, learning more about plants. It's a very basic requirement that human beings requires, or even on the earth, we can't exist without plants. Plants provide food. That is a very basic layer which gives us food, and most of the food items we take from plants. And of course there are different types of plants. Plants gives us oxygen, that you know. So you'll be so happy with the plants. So you are learning a lot of things. Plants actually, when you are in classroom, teachers are showing you more about plants, but this time you are bringing different ideas. That is really interesting. And here it comes, or it becomes knowledge making. You are making the knowledge, you are constructing knowledge. So truly you are constructing this life, you are constructing learning, you are constructing everything. So I wish you all the best. I'm not prolonging my words. It's all about plants. We can't survive in this earth without plants. That's a message. So let's work for the nature, let's work for plants. Okay, thank you, bye.
Hello, my dear cute little blooming buds of Creative Public School. Peace be upon you. Here is your Hanisa ma'am, and I know that you all are safe and doing good at home. Don't you? Yes. Today I came to you to tell you a story. Children, you all love to play from ground, right? So our story is also taking place from the ground. Okay? A few boys were playing football. And the match was going on very seriously, and first half is over. First half is over means it was a break time. They were relaxing under the tree. Okay, at that time, one of the boys has noticed that an old man was doing something from the other corner of the ground. So he was very curious. What was this old man doing? So to know that, what he did, he went nearby that old man and he asked, "Old man, what are you doing? Why don't you sit at home and relax? Why are you planting trees? You are too old to plant the trees. And not only that, by the time these plants bear fruits, you will die. You won't be there to eat the fruits." He finished his work and he turned to the boy and he replied that, what he might have replied, do you have any guess? Children, in a very gentle manner, in a very soft voice, the old man replied that, "Oh little boy, you look at your friends. What are they doing? They are relaxing under the tree, right? Because what they are getting under the tree, they are getting shades, right? So they are able to relax under the tree. But those trees were not planted by your friends. Those trees were planted by somebody else long before. Okay? So now I am planting trees not for me. I am planting trees for my grandchildren, for my younger generation, for the next generation, so they can sit under this tree and they can eat fruits and they can breathe fresh air." This was the reply of old man to the boy. The boy felt ashamed of himself. The old man added that age is not a matter. Whether you are a small kid, whether you are an old man, it is our responsibility to protect the trees which are already there on earth, and it is our duty to plant more and more trees. Thereby our future generation can live on this earth happily and healthily. This is my small story. Hope you have enjoyed and liked this. So my dear children, are you ready to join your hands with mine for planting trees? Yes, my dear children, let us be a part of this mission to protect our mother nature by planting as many trees as we can. Okay, dear children? So I hope you will do your duty well. Thank you, my dear children, and be happy. We live with our green friends. Who are our green friends around us? The tall plants and trees who sway and provide us cool breeze, fresh air to breathe. All are our green friends. You all know very well how helpful our green friends are. They always stand with us. They provide us everything that we need, and they protect us from all dangers. Dangers in the sense, our life depends on all the plants and trees around us. It's only because of these green friends we survive on this earth. They provide us good air to breathe or fresh air to breathe. They provide us food to eat, what not. They provide us everything. But have we ever tried to know about them? Yes. So we all have together worked to know about the plants around us. And this documentary shows how much of involvement each one of you have put in and how much you have involved into it to make this documentary
a complete learning package. We believe that nature is our teacher. Everything that we find in nature is unique. The plants around us are our fellow beings. Their lifestyle, their habitat, food habits differ in all living things. To know about them, we have to observe them, involve in them and understand all about them. The knowledge about all these facts cannot be acquired by mere reading or collecting information from the books. The documentary Lifeblood, Grace of Green is an effort of our little friends through their involvement and participation in gathering the ideas and facts.